ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചിക്കൻ വെച്ചിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ തേങ്ങാപ്പാലിൽ തന്നെ ചിക്കൻ വേവിച്ചെടുത്തുണ്ടാക്കുന്ന ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത്. നമുക്ക് ഇതിലോട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടെ ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് വഴഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. നമുക്കിനി മിക്സിയുടെ ജാറിലോട്ട് ഒരു 20ഓളം ചുവന്നുള്ളി ഉണ്ട്, അതിട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഒരു 15ഓളം ഉണ്ടാവും. പിന്നെ ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. 2 പീസ് ഇഞ്ചി, പിന്നെ ഒരു 5 പിരിയൻ മുളക്. ഇതെല്ലാം ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ സവാള നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം റോസ് മില്ലൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ റോസ് മില്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റോസ് മില്ലെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇപ്പോൾ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെയും റോസ് മില്ലൊന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 പൊട്ടാറ്റോ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടാറ്റോയും കൂടെ മസാലയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചാൽ മതിയാവും. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ആദ്യം 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് 2ാം പാലാണ് ഞാൻ ആദ്യം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഈ സമയം അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം തേങ്ങാപ്പാലും മാത്രമാണ് ഉള്ളത്. ചിക്കൻ ഇതിൽ തന്നെ വെന്ത് വരണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. 15 മിനിറ്റ് കൂടെ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. മീഡിയം ഫ്ലെയിമിലാണ് മൂടി വെച്ച് കൊടുത്തിരുന്നത്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് ചിക്കൻ നന്നായിട്ടൊന്നുകൂടെ വേവിച്ചെടുക്കണം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. നമുക്കിനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം വറ്റി ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം ഇതൊരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം കറിയിൽ നല്ല സെറ്റായി വന്നിട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി റെഡി ആയിട്ട് ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പത്തിരിയുടെ കൂടെയും നൂലപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്